വ്യൂ പോയിന്റ് ആട്ടോ. അടിപൊളി അടിപൊളി, ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷം മൺസൂണായിട്ട് സ്റ്റാർട്ട് ചെയ്ത് വെക്കുക കേട്ടോ. സോ ദീസ് ആർ മൈ പീപ്പിൾ ഹു ആർ ഫ്രം മൈ ഓഫീസ്. ഇവനെ അറിയാലോ, പിന്നെ ഗൗതം, ഇത് ചിരഞ്ജീവി, ഇത് ദീക്ഷ, പിന്നെ എൻ്റെ ചങ്കിനെ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ചങ്ക്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അല്ലേ ചിക്മംഗ്ലൂരിലോട്ട് പോകുന്നത്. അപ്പോൾ 4 ദിവസത്തെ റൈഡാണ് കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ട് സക്ലേശ്വര പോകുന്ന സമയത്ത് ഞാനും ഗൗതം കൂടെ ഫുഡ് കഴിക്കാൻ കയറിയത്. ഞാനിങ്ങനെ അവിടെ നിന്ന് വന്ന സമയത്ത് ഇവിടെ എത്തിയ സമയത്ത് ഇവരെല്ലാവരും ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്തത്. അപ്പോൾ ഇതിൽ 2 ബൈക്ക് ഞങ്ങൾക്ക് മിസ്സിങ് ആണ്. ഓൾറെഡി ആസനിലെത്തി. ബാക്കി 3 ആൾക്കാരുണ്ട് കേട്ടോ എൻ്റെ കൂടെ. ഓക്കെ, സോ ഇവിടുന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത്. ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നെക്സ്റ്റ് ഞങ്ങൾ നേരെ ചിക്മംഗ്ലൂർ പോയിട്ട് അവിടുന്ന് റൂം എടുത്തിട്ട് അവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങത്തുള്ളൂ കേട്ടോ. ബില്ലപ്പല്ല വേണം ബ്രോ, ഏതോ തോന്നുന്നു അത് ചൊല്ലു ബ്രോ. ഓക്കെ, ഇവരാരും എൻ്റെ ഓഫീസിലുള്ളതല്ല കേട്ടോ. ഓക്കെ, ഇവർ മാത്രമേ ഉള്ളൂ എൻ്റെ ഓഫീസിലുള്ളത്. ബാക്കി ഇവരെല്ലാവരും ഇവൻ്റെ റിലേറ്റീവ്സ് ആണ് കേട്ടോ. നമ്മുടെ കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വന്നതാണ് കേട്ടോ. ഹായ് ഗൈസ്. ഹായ്. To have what they say in Malayalam. കഴിച്ചോ? കഴിച്ചു. ഞാൻ കഴിച്ചത് എൻ്റെ മാത്രമാണ് കഴിച്ച. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോളൂ. അപ്പോൾ ഇതിൻ്റെ ഇവിടുന്നല്ല, ഞങ്ങളൊരു നൊസ്റ്റാൾജിയക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ചായക്കട ഉണ്ട് കേട്ടോ. അവിടെ പോയിട്ട് ചായ കുടിച്ചു. അത് ഞങ്ങളുടെ ബൈക്ക് നിർത്തിയിട്ടേക്കുന്നതാണ് ഇതാട്ടോ. എനിക്കിതാക്കുന്നത് ഇവിടെയൊക്കെ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ഇതിവിടെ പൊളിഞ്ഞിട്ടുണ്ട്. അതേപോലെ ഇതിനുള്ളിൽ ഒരു സ്ക്രൂ ഇട്ടിട്ടുണ്ട്. മൊത്തത്തിൽ എനിക്ക് ഭയങ്കര ഒച്ചപ്പാടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ ഫൈബർ വെൽഡിങ് ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു. ഈ ഒരു ഭാഗം ഞാൻ ഫൈബർ വെൽഡിങ് ചെയ്യണം എന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷേ എന്തായില്ല, നടന്നില്ല. എനിക്ക് അവിടുന്ന് വരുമ്പോൾ ടൈം ഭയങ്കര ലിമിറ്റഡ് ആയിരുന്നു. എനിക്ക് ഈ റൈഡ് പ്ലാൻ ചെയ്തപ്പോഴേ, ഇത് പെട്ടെന്നുള്ള റൈഡ് പ്ലാൻ ചെയ്തതുകൊണ്ട് ലീവ് അപ്രൂവ് ആകാത്തതുകൊണ്ട് ഇത് കണ്ടോ, ഇവിടെയുള്ള ഇതിനുള്ളിലൊരു സ്ക്രൂ ഉണ്ട്, അതെല്ലാം പൊളിഞ്ഞിട്ടില്ല. ഭയങ്കര ഒച്ചപ്പാടാണ്, കണ്ടില്ല. പിന്നെ ഇതിൻ്റെ എക്കാലത്തെയും സ്വപ്നമാണ്, പക്ഷേ എനിക്ക് റൈഡിന് പോകുമ്പോൾ എനിക്ക് ഇതിനോട് വലിയ താല്പര്യമില്ല. ബിക്കോസ് ദിസ് ഇസ് മെയ്ഡ് ഫോർ ഹൈവേസ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഞങ്ങൾ പോകുന്നത് ഓൾമോസ്റ്റ് ഒരു മിനി ട്രക്കിംഗ് എന്നുള്ള രീതിയിലാണ് പോകുന്നത്. ഓക്കെ, രാവിലെ ഒരു 8:30 ആകുമ്പോൾ ഇവിടെ എത്തുന്നാട്ടോ വിചാരിച്ചത്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ 12:30 നല്ല മഴയൊക്കെ പെയ്ത് അടിപൊളിയായിരുന്നു കേട്ടോ. മഴയൊക്കെ പെയ്തിട്ട് ഗായ്സ് എങ്ങനെ ഉണ്ടായിരുന്നു? എന്താ റെയിൻ റൈഡിങ് അടിപൊളി. എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ, ഇവർക്കൊന്നും മലയാളം മനസ്സിലാവത്തില്ല. ഇവിടെ എല്ലാം ഞങ്ങൾ സെറ്റ് ചെയ്തിട്ട് തൽക്കാലം ഒരു എന്താ പറയുക അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഗൈസ്, ഇവിടുന്ന് ഇനി നമ്മൾ നേരെ പോകുന്നത് മുള്ളയങ്കിരിയിലേക്ക് കേട്ടോ. അവിടെ നമുക്ക് വാട്ടർഫാൾസ് ഉണ്ട്, ഹിൽ സ്റ്റേഷൻ ഉണ്ട്, അങ്ങനെ 1-2 ഒരു 10-40 കിലോമീറ്റർ ചുറ്റളവിൽ റേഡിയസിലുള്ള 3-4 സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് കുറച്ച് കണ്ടിട്ട് നമ്മളിന്ന് പെട്ടെന്ന് തിരിച്ചു വരും കേട്ടോ. ഇവരെല്ലാവരും പിന്നെ കളിയാക്കുന്ന ഞാൻ വീഡിയോ എല്ലാം ചെയ്താറുണ്ട്. കുഴപ്പമില്ല. ഗായ്സ്, ഇപ്പോൾ നമ്മളിവിടുന്ന് 2ാമത് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മൾ മുള്ളയങ്കിരിയിലേക്കാണ് പോകുന്നത്. ആദ്യം ഞങ്ങൾ പ്ലാൻ ചെയ്തതുപോലെ ഞങ്ങൾ മൊത്തം 10 ബൈക്സ് ഉണ്ട് കേട്ടോ കൂടെ. ഓക്കെ, ഇവിടെ നിന്ന് കുറച്ച് പേര് ഈ കാറിൻ്റെ അപ്പുറത്തുണ്ട് കേട്ടോ. കാരണം ശ്രീനിക്ക് റെയിൻകോട്ടില്ല, അപ്പോൾ പെട്ടെന്ന് ഒരു റെയിൻകോട്ട് മേടിക്കാൻ വേണ്ടിയിട്ട് ആ വിശാൽ മാർട്ടിൽ പോയേക്കുവാണ് കേട്ടോ. ഇത് ഈ പാർട്സ് ഇത് കംപ്ലീറ്റ് ആയിട്ട് പുറത്തോട്ട് വന്നത് ഇങ്ങനെ തള്ളി അതിൻ്റെ ഉള്ളിലോട്ട് വെച്ചേക്കുവാണ്, അങ്ങനെയായിട്ടുള്ളത്. പിന്നെ ഞാൻ എൻ്റെ ലഗേജെല്ലാം ഞാൻ റൂമിൽ വെച്ച് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ക്യാമറയും ഗോപ്രോയും എൻ്റെ ഫോണും മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ അതിൻ്റെ ആക്സസറീസും വേറെ ഒന്നുമില്ല. ഗൈസ്, അവിടെ റെയിൻകോട്ട് ഇല്ലാത്തതുകൊണ്ട് റെയിൻകോട്ട് കിട്ടിയില്ല കേട്ടോ.
അത് നമ്മുടെ കൂടെയുള്ള ബാക്കിയുള്ള ആൾക്കാർ ഇതാണ് കേട്ടോ. ഇവരെയാണ് നമ്മുടെ കൂടെയുള്ള ബാക്കിയുള്ള ആൾക്കാർ. ഇപ്പോഴും ലീഡ് ചെയ്യുന്നത് വേറെ ഒരാളാണ്. ഐ എം നോട്ട് ലീഡിങ്. ഞാനിവരെ ഫോളോ ചെയ്ത് പോകുന്നുള്ളൂ. കാരണം എൻ്റെ ഫോണിന് വാട്ടർ പ്രൂഫ് ആയിരുന്നു, പക്ഷേ അത് നിലത്ത് കൊണ്ട് പൊട്ടിയതുകൊണ്ടൊക്കെ എൻ്റെ വാട്ടർ പ്രൂഫും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഇവിടെ മഴയില്ലാത്തൊരു ടൈമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് മൺസൂൺ ആയി കഴിഞ്ഞാൽ. ആൻഡ് ഇറ്റ്സ് എ മൺസൂൺ റൈഡ്. ഞാൻ ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു റൈഡ് ഞാൻ പ്ലാൻ ചെയ്തിട്ട്. കാരണം ഒരു 4 മാസങ്ങളും ആയിട്ടുണ്ടാകും മറ്റേ ചാനലിൽ പോയതിൻ്റെ ഇതിലും. അതുപോലെ സാധാരണ ഈ ഒരു ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഞാൻ റൈഡ് ചെയ്യാറില്ല. ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ ഞാൻ. പൊതുവേ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇന്നലെയൊക്കെ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്തൊക്കെ ഭയങ്കര ഹാപ്പിനെസ് ആണെങ്കിലും കൂടിയിട്ട് വരുന്ന സമയത്ത് എനിക്ക് ചെറുതായിട്ടൊന്ന് നെഗ് അടിച്ചായിരുന്നു. 4 മാസമായിട്ട് ഞാൻ ബാംഗ്ലൂർ വിട്ട് ഞാൻ വേറെ എങ്ങോട്ടേക്കും പോയിട്ടില്ല. സോ അങ്ങനെ പെട്ടെന്ന് ഞാൻ അവിടെ നിന്ന് മാറി വരുന്ന സമയത്ത് എനിക്ക് ചെറിയൊരു രീതിയിൽ നെഗ് അടിച്ചായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ഇവരൊക്കെ ആയിട്ടൊരു എന്താ പറയുക, ഒരു വൈബ് സെറ്റായപ്പം ശരിക്കും എനിക്ക് ആ ഒരു എന്താ പറയുക, ആ നെഗ് അങ്ങ് പോയിട്ട് ഒരു ചെറിയ ചെറിയ രീതിയിലുള്ള ഒരു ഇമ്മിണി ഹാപ്പിനെസ് എല്ലാം വരാൻ തുടങ്ങി കേട്ടോ. ഇങ്ങോട്ടേക്കൊക്കെ എത്തിയപ്പോഴും റോഡ് ഭയങ്കര റഷായി. ഒരുപാട് വണ്ടികൾ പെട്ടെന്ന് അങ്ങ് പോകാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെയൊക്കെ ആയി കേട്ടോ. ദാറ്റ്സ് ഓക്കെ, ഫൈൻ. ഇന്ന് ശനിയാഴ്ചയാണ്. ഇപ്പം ഞങ്ങൾ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് അത്യാവശ്യം എന്താ പറയുക, ഒരു ക്രൗഡഡ് ഏരിയ ആണ്. അങ്ങനെ ഒരു ക്രൗഡ് കുറഞ്ഞിട്ടുള്ള ഒരു ഏരിയ അല്ല. സാധാരണ ഞാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഹിഡൻ ജംസ് പോലത്തെ ആരും അങ്ങനെ അധികം പോയി ചെന്ന് അറിയപ്പെടാത്ത അല്ലെ വലിയൊരു ക്രൗഡില്ലാത്ത സ്ഥലങ്ങളാണ്. ഇത് എന്ന് പറയുന്നത് അത്യാവശ്യം ക്രൗഡഡ് ആയിരിക്കും എന്നാണ് ഇവർ പറഞ്ഞത്. ഞാൻ അതുവരെ അവർ പോകാത്തതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി വലിയൊരു ഐഡിയയുമില്ല. ഗൈസ്, ഇങ്ങോട്ടേക്ക് ദൈവത്തിനല്ലേ എൻ്റെ ശബ്ദം ഏത് ലെവലിലോട്ട് മാറിപ്പോകുന്നുണ്ടെന്ന് അറിയില്ല. പക്ഷേ അത്രയും തണുപ്പും കോരിത്തരിപ്പും എന്താ പറയുക, ഗൂസ് ബംസൊക്കെ പറയില്ല നമ്മൾ, അതെല്ലാം വന്നിട്ട് ആകെ എന്തോ പറയുക ഭയങ്കരമായിട്ട് വിറച്ചോണ്ടാട്ടോ വണ്ടി പിടിക്കുന്നത്. പിന്നെ ഇതെല്ലാം കാണുമ്പോഴും എന്താ പറയുക, ശരിക്കും നാട്ടിലൊക്കെ പോയ പോലത്തെ ഒരു ഫീലാണ് കേട്ടോ. എൻ്റെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വൈത്തിരിയിൽ നിന്ന് കൂടുതലൊക്കെ പോകുന്ന സ്ഥലത്തുണ്ട് ഇതുപോലത്തെ സ്ഥലങ്ങൾ. അതിന് സുഗന്ധഗിരി എന്നാണ് പറയുക ആ സ്ഥലത്തിന്. അങ്ങനത്തെ സ്ഥലങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ എനിക്ക് ആ ഒരു ഫീലാട്ടോ എനിക്ക് ഇതിനേക്കാൾ കൂടുതൽ മനസ്സിലോട്ട് ഓടി വരുന്നത്. അങ്ങനത്തെ ഒരു ഫീലാണ് കേട്ടോ. അതിൻ്റെ മുകളിലോട്ടാണ് കേട്ടോ പോകുന്നത്. ഇതിങ്ങനെ വലിയൊരു കുന്നാണ് കേട്ടോ, അതിൻ്റെ മുകളിലോട്ടാണ് കേട്ടോ പോകുന്നത്. ഭയങ്കര അടിപൊളി ഫീലാട്ടോ. അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പ്രത്യേകിച്ച് ഒരു വേർഡ്സ് ഒന്നും വേണം എന്നില്ല. അങ്ങനത്തെ ഒരു ഫീലാണ് കേട്ടോ അത്. ഓ സൂപ്പർ. നന്ദി ഹിൽസിലൊക്കെ പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ കുറേ വളവൊക്കെ തിരിഞ്ഞ് കയറി അതിൻ്റെ മുകളിലോട്ട് വലിഞ്ഞ് കയറുന്നത്. അതേപോലത്തെ ഒരു ഫീലാണ് കേട്ടോ എനിക്കിത് കയറുമ്പോൾ. എനിക്ക് ഒരു ഫോട്ടോ ഉണ്ട്, അതേപോലെ ഇതിൻ്റെ മുകളിലേക്ക് ഇത് അവിടെ കാണുന്നില്ലേ, അങ്ങനെ ഒരു സ്പോട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കൂടെ കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. ഒരു മിസ്സിങ് ആണ്. അപ്പോൾ ഒരിനിപ്പോൾ ഇവിടേക്ക് ആദ്യം പോകണം അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് ആദ്യം പോകണം എന്നുള്ള കൺഫ്യൂഷനിൽ. അപ്പോൾ അവരെയും കൂടി വെയിറ്റ് ചെയ്തിരിക്കും കേട്ടോ. ഇവിടെ ഒരാൾ വന്നു, പിന്നെ ഒരു 3-4 ആൾക്കാരും കൂടി വരാനുണ്ട് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള ഒരു വ്യൂവിനെ പറ്റിയിട്ട് ഒന്നും പറയാനില്ല കേട്ടോ. കണ്ടോ, നിങ്ങൾക്ക് ഇതിൽ എത്രത്തോളം ഞാൻ വൈഡ് ആംഗിളിൽ എടുത്തതുകൊണ്ട് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. ബട്ട് ഇറ്റ് വാസ് സോ ഓസം ഗൈസ്. അവിടെ നിന്ന് ഇങ്ങനെ കുത്തനുള്ള ഒരു മല, അതിൻ്റെ മുകളിൽ ഇങ്ങനെ കുമിഞ്ഞു കൊടുക്കുന്ന ഫോഗും. ഓ സൂപ്പർ. കണ്ടില്ല ഗൈസ്, സൂപ്പർ ഗൈസ്. അയ്യോ, നല്ല കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിടുക. ഇൻ്റെതല്ല, ഞാൻ എൻ്റെ കൂടെ വന്ന ആൾക്കാരുടെ. മുകളിലോട്ട് വരുന്നവരുമില്ലേ സംഭവം. ഇതിൻ്റെ ഭംഗി കൂടിയെന്ന് തന്നെ എൻ്റെ വണ്ടിക്ക് എപ്പോഴും ജെർക്കിങ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഷോക്കിന്. ഇതിൻ്റെ ഭംഗി കൂടുന്നതിൻ്റെ കൂടെ റോഡിൻ്റെ വീതിയും എന്താകുന്നുണ്ട്, കുറഞ്ഞു വരുന്നുണ്ട്. ഇവിടെ അടിയിലൊരു താഴോട്ട് അടിപൊളി വ്യൂ പോയിൻ്റ് കേട്ടോ. അടിപൊളി പറഞ്ഞാൽ അടിപൊളി, ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല കേട്ടോ. അയ്യോ, ഇതിൻ്റെ മുകളിലോട്ടാട്ടോ പോകുന്നത്. ആ ഒരു പീക്ക് കണ്ടോ, അടിപൊളി എക്സ്ട്രീം ലെവലാട്ടോ അതിനൊക്കെ വ്യൂ പോയിന്റ് അല്ല. ഇവിടുന്ന് കാണുമ്പോൾ കിട്ടുന്ന ഒരു സുഖം എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് എക്സ്ട്രീം ലെവൽ. സൂപ്പർ ബ്രോ, സൂപ്പർ. മൺസൂണിൽ ഇവിടെയൊക്കെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര വട്ടം വന്നു കഴിഞ്ഞാലും മതിയാവത്തില്ല കേട്ടോ. ഞാൻ ഇതിപ്പോൾ 4ാമത്തെ മൺസൂണാണ് ഞാനിവിടെ വരുന്നത്. ഞാൻ വ്ളോഗ് തുടങ്ങിയതിന് ശേഷം 2ാമത്തെ മൺസൂൺ. ഇതിന് മുമ്പ് വന്നത് സക്ലേശ്പുര, ചിക്കമംഗ്ലൂർ, അങ്ങനെ കറങ്ങിപ്പോയി. പക്ഷെ അന്ന് ചിക്കമംഗ്ലൂർ എന്താക്കിയിട്ടില്ല, ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല, ജസ്റ്റ് പാസ് ചെയ്ത് പോയതുണ്ടായിരുന്നുള്ളൂ. സൂപ്പർ ബ്രോ, സൂപ്പർ ബ്രോ. ഈ സ്ഥലത്തിൻ്റെ പേരെന്താ?
the place ബാബ ബുദ്ധി ബാബ ബുധൻഗിരി. എൻ്റെ മോനെ ഒരു രക്ഷയില്ല കേട്ടോ. ആ കോട എങ്ങനെ അങ്ങ് കയറി വന്നിട്ട് അങ്ങനെ അങ്ങ് പോകും. ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരുടെ കൂടെ എൻജോയ് ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ ഒക്കെ മൊമെൻറ്റ്സ്. യുനോ സെയിം തിങ് വിൽ നെവർ ഹാപ്പൻ ട്വൈസ്. ചിലപ്പോൾ ഞാൻ ഇത് വേറെ ആരെങ്കിലും കൂടെ വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതിനേക്കാളും അടിപൊളിയായിരുന്നേനെ, ചിലപ്പം ഭയങ്കര ബോറായിരുന്നേനെ. പക്ഷെ എന്തായാലും ഇവരെ കൂടെ വന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇറ്റ്സ് സോ നൈസ് ഗൈസ്. തണുപ്പടിച്ചപ്പോഴേക്കും വീണ്ടും ചുമയെല്ലാം തുടങ്ങി. But I'm really enjoying this moment, guys. I'm really enjoying it. Guys, ഇവിടെ ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ. ചിലപ്പോൾ ഇവിടുന്ന് ഇതിപ്പോൾ പുറത്തേക്ക് പോകുന്ന സമയമാണെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇത്രയും ബ്ലോക്ക് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ടിലോട്ട് ബൈക്ക് പോവില്ല എന്ന് അറിയത്തില്ല. ഇവിടെ എൻ്റെ കൂടെ ഉള്ളവരാണെ കാണുന്നുമില്ല കേട്ടോ. ഒരുത്തനെ കണ്ട് എന്താ സംഭവം എന്ന് അറിയത്തില്ല. ഓക്കെ, എന്തായാലും നമ്മൾ മുകളിലോട്ട് പോയി നോക്കുന്ന പറ്റുന്ന പോലൊക്കെ വരട്ടെ ഉള്ള രീതിയിൽ. ഈ മഴയില്ലാതെ ഏറെക്കുറെ ഇങ്ങനെയൊക്കെ ആയിട്ട് കിട്ടണം, അതാട്ടോ അടിപൊളി എന്ന് പറയുന്നത്. പക്ഷെ മഴ പെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ബൈക്കേഴ്സിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാകും. പിന്നെ ബ്ലോക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്നൊന്നും ഒഴിവായി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ മാത്രമല്ല അധികം റഷായി കഴിഞ്ഞാൽ ഭയങ്കര ബോറായിരിക്കും. ഗൈസ്, എൻ്റെ കൂടെ വന്ന് അവിടെ ആദ്യം വന്ന ആൾക്കാരൊക്കെ തിരിച്ചു പോകാൻ തുടങ്ങി കേട്ടോ. എൻ്റെ കൂടെ പുറകിൽ വന്നവനെ ഇപ്പോൾ കാണുന്നില്ല. ഓക്കെ, ഇവൻ വന്നിട്ടു. ഞങ്ങളെന്തായാലും മുകളിൽ പോയിട്ടേ വരുള്ളൂ ഉറപ്പിച്ച്. ഞങ്ങൾക്ക് മുകളിൽ പോയാൽ കണ്ടേ പറ്റത്തുള്ളൂ. ഒരു രക്ഷയില്ല കേട്ടോ ക്ലൈമറ്റ്. മുകളിൽ പോയിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒരു റൈഡിന് ഇറങ്ങുക എന്ന് പറയുമ്പോൾ ഇറ്റ്സ്